ഹായ് മക്കൾസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് ആണ് അല്ലെ. നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. ഇനി അതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി ഷോർട്ട് സ്റ്റോറി അനാലിസിസ് ആൻഡ് ടെംപ്ലേറ്റ് അല്ലെ. നമ്മൾ ഈ സ്റ്റോറിയെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ടേബിളിലൂടെ ഒറ്റയടിക്ക് ഈ സ്റ്റോറി ഒന്ന് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? ടൈറ്റിൽ ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് ഓതർ ലൂസി ക്ലിഫോർഡ് അല്ലെ. ഇതാണ് അതിന്റെ ടൈറ്റില്. നമ്മൾ ഇങ്ങനെയാണ് അനലൈസ് ചെയ്യുമ്പോൾ തുടങ്ങുക. ആദ്യം ടൈറ്റിൽ കൊടുക്കും, ദെൻ ഓതറുടെ പേര് കൊടുക്കും അല്ലെ. ദെൻ സെറ്റിംഗ്, വേർ ഡസ് ദ സ്റ്റോറി ടേക്ക് പ്ലേസ് അല്ലെ. സ്റ്റോറി എവിടെയാണോ തുടങ്ങിയത്, എവിടെയാണ് ആ സ്റ്റോറി തുടങ്ങിയത് എന്നാണ് ചോദ്യം. എവിടെ വെച്ചിട്ടാ മക്കളെ തുടങ്ങിയത്? ഇൻ ദ ഫീൽഡ് അല്ലെ. പാടത്ത് വെച്ചിട്ട് മനോഹരമായ ചിത്രം അവര് പാടത്ത് വരക്കാൻ പോയി. അവിടെ മുതലാണ് സ്റ്റോറിയുടെ കറക്റ്റ് പ്ലേസ് അല്ലെ. ദെൻ ക്യാരക്ടേഴ്സ്, ഹു ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി അല്ലെ. ആരൊക്കെയാണ് അതിലുള്ള ക്യാരക്ടേഴ്സ് എന്നുള്ളതാണ് അടുത്തത് വിലയിരുത്തേണ്ടത്. ദ ബോയ് ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ അല്ലെ. ഓഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബോയും ലിറ്റിൽ സിസ്റ്ററും ആണ് മെയിൻ ക്യാരക്ടേഴ്സ് അല്ലെ. ദെൻ ക്യാരക്ടറൈസേഷൻ, വാട്ട് ആർ ദ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഓഫ് ഈച്ച് ക്യാരക്ടേഴ്സ് അല്ലെ. ഡയറക്റ്റ് ആവട്ടെ അവരുടെ ശരീരത്തിന്റെ കുറിച്ചുള്ള കാര്യങ്ങളും വലിപ്പവും ഹൈറ്റ് ഒന്നും പറയുന്നില്ലെങ്കിലും അവരുടെ ചെറിയൊരു സ്വഭാവ രൂപീകരണങ്ങൾ അല്ലെ, അവരുടെ ക്യാരക്ടർ നമുക്ക് ആ ചാപ്റ്ററിലൂടെ മനസ്സിലാവും. നോക്കാം. സിസ്റ്റർ, ലവ് ഫോർ സിസ്റ്റർ, റെഡി ടു അക്സെപ്റ്റ് ഹിസ് സിസ്റ്റേഴ്സ് അഡ്വൈസ്, ആംബിഷ്യസ്, ഹാർഡ് വർക്കിംഗ്. ഇത് ബോയുടെ ക്യാരക്ടർ ആണ് കേട്ടോ. എന്താണ്? ഇതാ ബോയുടെ ക്യാരക്ടർ ആണ്. ലവ് ഫോർ സിസ്റ്റർ, ഒരുപാട് അവന്റെ ചേച്ചി സിസ്റ്ററിനെ സ്നേഹിക്കുന്നുണ്ട്. റെഡി ടു അക്സെപ്റ്റ് ഹിസ് സിസ്റ്റേഴ്സ് അഡ്വൈസ് അല്ലെ. സിസ്റ്ററുടെ അഡ്വൈസ് അപ്പൊ അനുസരിച്ചിട്ട് അപ്പൊ തന്നെ പറയുന്നുണ്ട് അല്ലെ. മറുപടി ഓക്കെ ആണ്, ഞാൻ പിന്നീട് നോക്കാന്നൊന്നല്ല പറയുന്നത്. ചേച്ചിയുടെ അഡ്വൈസ് എന്ത് ചെയ്യുന്നുണ്ട്? അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട് കേട്ടോ. അക്സെപ്റ്റ് പറഞ്ഞാൽ ഉൾക്കൊള്ളുക കേട്ടോ. അഡ്വൈസ് മീൻസ് ഉപദേശം. ദെൻ ആംബിഷ്യസ് ആണ് അല്ലെ, വളരെ ക്യൂരിയസ് ആണ്, വർക്ക് ചെയ്യാനും എന്തിനെ കുറിച്ചും നേടിയെടുക്കാനുള്ള ഒരു ആംബിഷ്യസ് ഉണ്ട്. ദെൻ ഹാർഡ് വർക്കിംഗ് ആണ് അല്ലെ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുള്ള വ്യക്തിയാണ്. അടുത്തത് ലവിങ് സിസ്റ്റർ ആണ് അല്ലെ, വളരെ സ്നേഹമുള്ള ഒരു സിസ്റ്റർ ആണ്. ടീച്ചർ ആണ് അല്ലെ. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് തെറ്റുകൾ തിരുത്തി കൊടുക്കുന്ന ഒരു അധ്യാപികയാണ്. മോട്ടിവേറ്റർ ആണ്, ആ കുട്ടിക്ക് എന്ത് ചെയ്യാണ്, ഒരു പ്രചോദനം നൽകുന്ന ആളാണ്. എ ഗേൾ ഓഫ് എ വെർച്യൂസ് ആൻഡ് ദ വിസ്റ്റം അല്ലെ. മൂല്യങ്ങളുള്ള ഒരു പെൺകുട്ടിയാണ്. വിസ്റ്റം അല്ലെ, എന്താണ് വിർച്യൂസും വിസ്റ്റംസും ഒക്കെ അല്ലെ, മൂല്യവും അതുപോലെ വിസ്റ്റം ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ആ പെൺകുട്ടി എന്ന് പറയുന്നത്. ഓക്കെ, clear? Then theme, what is the main ideas of the story അല്ലെ. മെയിൻ ഐഡിയ, ഐ മീൻ തീം, ആ കഥയുടെ ഒരു മെയിൻ ഐഡിയ ഉണ്ട്. എന്താണ്? എംഫസിസ്, അത് ഊന്നൽ നൽകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് ഹാർഡ് വർക്കിംഗ് ടു അറ്റൈൻ സക്സസ് ഇൻ ലൈഫ് അല്ലെ. നമ്മൾ ഒരു മോട്ടിവേഷൻ അല്ലെ, പ്രചോദനവും ഹാർഡ് വർക്കിങ്ങും അല്ലെ. ഒരാളുടെ പ്രചോദനം കൊണ്ട് മാത്രം നമ്മൾ എവിടെ എത്തില്ല. നമുക്കൊരാൾ ഇൻസ്പിറേഷനും മോട്ടിവേഷനും പ്രചോദനമൊക്കെ തരുന്നതിന്റെ കൂടെ അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഹാർഡ് വർക്കിംഗ് കൂടെ ചെയ്യുമ്പോൾ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും സക്സസ് ഇൻ ലൈഫ്. ലൈഫിൽ വിജയം നേടിയെടുക്കാൻ കഴിയും. നമുക്ക് റീഇൻഫോഴ്സ്മെന്റും മോട്ടിവേഷനും ഒക്കെ മറ്റുള്ളവർ തരും. അതിന്റെ കൂടെ അത് മോട്ടിവേഷനും റീഇൻഫോഴ്സ്മെന്റും കിട്ടുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലൈഫിൽ എന്ത് ലഭിക്കും? സക്സസ് ലഭിക്കും അല്ലെ. നമ്മുടെ അച്ഛൻ അമ്മമാര് ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് മോട്ടിവേഷൻ തരുമ്പോൾ മോട്ടിവേഷൻ കൊണ്ട് അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ആ മോട്ടിവേഷൻ ഉൾക്കൊണ്ട് അത് മനസ്സുകൊണ്ട് ഞാൻ നേടിയെടുക്കും. അവർ തന്നിട്ടുള്ള ആ ഊർജം അല്ലെ, അവർ നിങ്ങൾക്ക് തരുന്ന ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് വിജയിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ലഭിക്കും മക്കളെ? ലൈഫിൽ സക്സസ് ലഭിക്കും കേട്ടോ. ദെൻ ടോൺ, ഡിസ്ക്രൈബ് ഹൗ യു ഫെൽറ്റ് റീഡിങ് സ്റ്റോറി അല്ലെ. ആ സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. ടച്ച് ടു റീഡ് അബൌട്ട് ദ ലവിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ഹിസ് സിസ്റ്റർ അല്ലെ. ആ ബോയ് അവന്റെ സിസ്റ്ററും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ആ പിക്ചർ വരക്കുമ്പോൾ ഫുള്ള് വേദനയാണ്. ആ പിക്ചർ ഇപ്പൊ കാണുമ്പോഴും ആർട്ടിസ്റ്റിന് വേദനയാണ് അല്ലെ. ഇപ്പോഴും ആ മനസ്സിന്റെ ഉള്ളിൽ ആ ചേച്ചിയോട് സിസ്റ്ററോടുള്ള ആ സ്നേഹം ആ വ്യക്തിയുടെ എത്രത്തോളം ഉണ്ട് ആ കുട്ടിയുടേതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. ദി സ്റ്റോറി ഇൻകാൽക്കുലേറ്റ് ദ ഒപ്റ്റിമിസ്റ്റിക് വ്യൂ ഇൻ അസ് അല്ലെ. വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള അല്ലെ, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഒപ്റ്റിമിസ്റ്റ് വ്യൂവേഴ്സ് അല്ലെ. നമുക്കിടയിൽ എന്തിന്റെ ഒരു അത്യുദ്ധമായിട്ടുള്ള ഒരു ഉത്സാഹം നമുക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അല്ലെ.
then imagery. What picture could you visualize as you read the story? അല്ലെ, എന്ത് പിക്ചറാണ് നിങ്ങൾക്ക് ഈ സ്റ്റോറി വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വരുന്ന വിഷ്വൽ എന്താണെന്നാണ് ചോദ്യം. The trees and the field and the deep shadow and the hills beyond, the hills that seem to rise up out of the deep shadow into light. അല്ലെ, ഈ പിക്ചർ ഈ സ്റ്റോറി വായിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു പിക്ചർ വരുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു വരുന്നത്? ഇങ്ങനെ നിൽക്കുന്ന മലനിരകൾ വന്നില്ലേ മക്കളെ, നിങ്ങൾ ഈ സ്റ്റോറി വായിച്ചപ്പോ ഇല്ലേ, കൂറ്റൻ മലനിരകൾ ഇങ്ങനെ വന്നു, അതിന്റെ താഴോട്ട് ഇങ്ങനെ മങ്ങി മങ്ങി പോകുന്ന സൂര്യാസ്തമയ സമയത്ത് ഇങ്ങനെ പോകുന്ന ഒരു സൂര്യാസ്തമയത്തിന് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഒരു ഡിം ലൈറ്റിലെ ഒരു റെഡിഷ് കളറുള്ള മങ്ങിയ വെളിച്ചം. ആ സമയത്ത് അവിടെ ഇങ്ങനെ നിൽക്കുന്ന മരങ്ങളുടെ നീയൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ പാടത്തോട്ട് നീയലിങ്ങനെ, ആ നീയലിലൊക്കെ നമ്മൾ പോയി ഇരിക്കാറൊക്കെ ഉണ്ട് തണലിലൊക്കെ അല്ലെ. അപ്പൊ അതിന്റെ നീലും ഷാഡോ ഇങ്ങനെ വരുന്നുണ്ടാവും, അതിന്റെ ലൈറ്റ്. അതുപോലെ തന്നെ ആ കറക്റ്റ് പിക്ചർ നമുക്ക് കിട്ടുന്നുണ്ടാവും അല്ലെ. കാറ്റിൽ ഇങ്ങനെ ഇളകുന്ന ഇലകളുടെ പിക്ചർ, ഇങ്ങനെയുള്ള ഒരുപാട് വിഷ്വൽസ് നമുക്ക് ഈ ഒരു ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. Then point of view, in whose point of view is the story told? ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടാണ് ഈ കഥ പറയുന്നത്? ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടാണ് ഈ കഥ പറയുന്നത്? ആരാണ് ഈ കഥ നമ്മളോട് പറയുന്നത്? നോക്കാം. ദ സ്റ്റോറി ഈസ് ടോൾഡ് ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ ഗേൾ അല്ലെ. ആ പെൺകുട്ടിയുടെ സൈഡിൽ നിന്നിട്ടാണ് ആ കഥ നമ്മളോട് പറയുന്നത് അല്ലെ. ആ പെൺകുട്ടി അവനോട് പറയാണ്, ആ പെൺകുട്ടി അവനോട് സംസാരിക്കുകയാണ്. ആ പെൺകുട്ടി സ്വയം അവനോട് സംസാരിക്കുന്ന പോലെയാണ് അവസാനത്തെ വാക്കുകളൊക്കെ അവന് തോന്നുന്നത്. അപ്പൊ ഇത് ആ പെൺകുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടാണ് നമുക്ക് ഈ കഥ കാണാൻ കഴിയുന്നത്. ക്ലിയർ? ഓക്കെ. അതിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലെ, നമ്മുടെ മനസ്സിൽ ഒരു കഥയാവുമ്പോൾ ലാസ്റ്റ് ഒരു ടെൻഷനും ഒരു ക്ലൈമാക്സ് ഉണ്ടാവും അല്ലെ. അതേപോലെ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് അതിലുണ്ട്. എന്താണ്? ലിസ്റ്റ് ആൻഡ് ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് ഓഫ് ദ സ്റ്റോറി. വിച്ച് ഓഫ് ദം were internal, self vs self, and which were the external, self vs person, society or nature അല്ലെ. ഇങ്ങനെയുള്ള പല കോൺഫ്ലിക്റ്റുകളും ചില കഥകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ് ഇവിടെ നോക്കാം. Internal, the boy knows that the world is very beautiful, but at the same time he knows that he cannot paint it perfectly. തുടക്കത്തില് ആ ബോയ്ക്ക് മനസ്സിലാവാണ് എന്ത്, ഈ ലോകം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്, അത് വളരെ മനോഹരമായിട്ട് വരക്കും, മറ്റുള്ളവരെ ഹാപ്പി ആവും. പക്ഷെ അത് മനോഹരമായി വരച്ചില്ലെങ്കിൽ അപ്പൊ തന്നെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു അല്ലെ മനസ്സിന്റെ ഉള്ളിൽ അല്ലെ. വരച്ചില്ലെങ്കിലോ, അത് ഇൻപെർഫെക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ അതെന്താണ്, അതൊരു വലിയ തെറ്റും കൂടിയാണ്. അത് പെർഫെക്റ്റ് ആയിട്ട് വരക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് ആ ബോയുടെ മൈൻഡിൽ അവിടെ വന്നു അല്ലെ. അതൊരു മൈൻഡ്സിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ സംഘർഷം അല്ലെ. ദെൻ എക്സ്റ്റേണൽ, അത് ഇന്റേണൽ ആണ്, ഉള്ളിൽ വരുന്ന സംഘർഷമാണ് കേട്ടോ, എന്നെ കൊണ്ട് വരക്കാൻ കഴിയുമോ എന്നുള്ളത്. നോക്കാം. ഇനി എക്സ്റ്റേണൽ ആയിട്ടുള്ളത്, ദ ഗേൾ സേസ് ദാറ്റ് ദ പെർഫെക്റ്റ് ആർട്ട് മേക്സ് ദ പീപ്പിൾ ഹാപ്പി. എന്താണ് പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പെർഫെക്റ്റ് ആർട്ട് എന്ന് പറയുന്നത്, ഒരു യഥാർത്ഥ ആർട്ട്, ഒരു യഥാർത്ഥ കല എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവർക്ക്, മറ്റു ജനങ്ങൾക്ക് അതിലൂടെ ഹാപ്പിനെസ് ലഭിക്കും അല്ലെ. The boy is doubtful if he draws the picture badly, it makes the people unhappy. ആ ടൈമില്, അപ്പൊ ആ സമയത്ത് നമ്മളെ ബോയ്ക്ക് ഒരു ടെൻഷൻ, ആളുകൾക്ക് ഹാപ്പിനെസ് കൊടുക്കുമല്ലോ, അപ്പൊ അവനത് തെറ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ ആളുകൾ അൺഹാപ്പി ആവില്ലേ എന്നൊരു ഡൗട്ട് അല്ലെ. പിക്ചർ നല്ല അടിപൊളിയായിട്ട് വരക്കുമ്പോൾ ആളുകൾക്ക് ഹാപ്പിനെസ് കൊടുക്കുമെന്ന് കുട്ടി പറഞ്ഞപ്പോൾ നേരെ അവന്റെ മൈൻഡിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നു. അത് അവൻ തെറ്റായിട്ട് വരക്കുകയാണെങ്കിൽ, അത് പെർഫെക്റ്റ് ആയിട്ട് വരച്ചില്ലെങ്കിൽ ആളുകളാണ് ഹാപ്പി ആവില്ലേ. അപ്പൊ രണ്ട് കോൺഫ്ലിക്റ്റ് അല്ലെ. ക്ലിയർ ആയല്ലോ. Then activity 2. A few of the major incident of the story are given below. അല്ലെ, ആ സ്റ്റോറിയിലുള്ള കുറച്ച് ഇൻസിഡൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട് അല്ലെ, നമ്മളോട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. The little sister watched her brother paint the portrait അല്ലെ. അവളുടെ ലിറ്റിൽ സിസ്റ്റർ എന്ത് ചെയ്യാണ്? അവളുടെ ബ്രദറിന്റെ പെയിന്റിങ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. The little sister said, if you want to get your best, do it for the people you love. അല്ലെ, നിനക്ക് ഇത് ബെസ്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യണമെന്ന് ലിറ്റിൽ സിസ്റ്റർ പറയുകയാണ്. Clear? Then the little sister said that if he wanted to get this best picture, he should do it for the people he loves. എന്താണ് ലിറ്റിൽ സിസ്റ്റർ എന്താണ് പറഞ്ഞത്? He said that if he want to get this best picture, അവന്റെ ബെസ്റ്റ് പിക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ he should do it for the people he loves. അവന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവൻ അത് വരക്കണം.
അടുത്തത്, ദ ബോയ് ഡിസൈഡഡ് ടു പെയിന്റ് ദ പിക്ചർ ഫോർ ഹിസ് സിസ്റ്റർ. സ്വാഭാവികമായിട്ട് അത് കേട്ട ബോയ് എന്ത് തീരുമാനിച്ചു? അവൻ പിക്ചർ അവൻ ഒരുപാട് സ്നേഹിക്കുന്ന അവന്റെ സിസ്റ്ററിന് വേണ്ടി വരച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു. The big tragedy struck in their family. അല്ലെ, ഒരു വലിയ ട്രാജഡി, ഒരു വലിയ ദുരന്തം അവരുടെ കുടുംബത്തിലേക്ക് വന്നുപെട്ടു. The little boy is filled with grief at the death of his sister. അല്ലെ, ആ ബോയുടെ മനസ്സ് നിറയെ ദുഃഖം കൊണ്ട് തളം തട്ടി. എന്ത് കാരണം കൊണ്ട്? അവന്റെ സിസ്റ്ററുടെ മരണം കാരണം കൊണ്ട്. Then the boy painted many pictures for years. അല്ലെ, അവന് ഒരുപാട് വർഷങ്ങളായിട്ട് അവന് ഒരുപാട് ചിത്രങ്ങൾ വരച്ചു. അല്ലെ, ഈ വർഷങ്ങളിലൂടെയൊക്കെ ഒരുപാട് ചിത്രങ്ങൾ അവൻ വരച്ചു കൂട്ടി. A strong power reminded his hurt desire and he complete the picture he had promised to his sister. അല്ലെ, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ റിമൈൻഡ് ചെയ്തിട്ട് അവന്റെ ഹേർട്ടിന്റെ ഉള്ളിൽ ആഗ്രഹത്തിന് അനുസരിച്ച് ഒരു സ്ട്രോങ് പവർ അവന് വന്നു ആ ചിത്രം വരക്കാൻ. അങ്ങനെ അവൻ അവന്റെ ചേച്ചിക്ക്, അവന്റെ സിസ്റ്ററിന് കൊടുത്ത പ്രോമിസ് ചെയ്തുകൊണ്ട് അവൻ ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്തു. Then while he was drawing that picture, the little boy heard his long dead sister's soft voice saying, happiness is so difficult to choose or to find. Perfect love has all its good qualities. While he was drawing that picture, the little boy heard his ലോങ് ഡെഡ് സിസ്റ്റേഴ്സ് ഓഫ് വോയിസ്. അല്ലെ, അവൻ ആ പിക്ചർ വരച്ചുകൊണ്ടിരുന്നപ്പോ അവന്റെ മനസ്സില് അവന്റെ സിസ്റ്ററുടെ വോയിസിൽ അവനോട് പറയുന്ന പോലെ അവന് തോന്നി, ഹാപ്പിനെസ് ഇസ് സോ ഡിഫിക്കൽട്ട് ടു യൂസ് ടു ഫൈൻഡ്. അല്ലെ, സന്തോഷം എന്ന് പറയുന്നത് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്, അത് കണ്ടെത്താനും കൈവരിക്കാനും വളരെ ബുദ്ധിമുട്ടാണെന്ന് അവന്റെ ചേച്ചി അവനോട് പറയുന്ന പോലെ അവന് തോന്നി. പെർഫെക്റ്റ് ലവ് ഹാസ് ഓൾ ദ ഗുഡ് ക്വാളിറ്റീസ്. അല്ലെ, പെർഫെക്റ്റ് ലവിന് എന്തുണ്ടാവും? എല്ലാ ഗുഡ് ക്വാളിറ്റീസും ഉണ്ടാവും. അതിന്റെ എല്ലാ അമൂല്യമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും നിറഞ്ഞതായിരിക്കും പെർഫെക്റ്റ് ലവ് എന്ന് പറയുന്നത്. Okay, then but the boy asked if it gives both perfect love and happiness. പക്ഷെ ബോയ് ചോദിക്കുകയാണ്, അപ്പൊ പെർഫെക്റ്റ് ലവും ഹാപ്പിനെസ്സും കൂടെ ഒന്നിച്ച് ലഭിച്ചാലോ, രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടിയാലോ? Then it is called heaven. എന്താണ് അപ്പൊ നമ്മൾ അതിന് എന്ത് വിളിക്കും മക്കളെ? പെർഫെക്റ്റ് ലവും ഹാപ്പിനെസ്സും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? അതാണ് സ്വർഗം എന്ന് പറയും. ക്ലിയർ? ലെറ്റ്സ് എൻറിച്ച് അവർ വൊക്കാബുലറി ആക്ടിവിറ്റി. അല്ലെ മക്കളെ, നമുക്ക് ഇങ്ങനെ പതുക്കെ വൊക്കാബുലറിയിലോട്ട് കിടക്കാം. ഒരുപാട് പുതിയ പുതിയ വേർഡുകൾ പഠിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ബൈ ചൂസിംഗ് ദ അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദ ബോക്സ് ഗിവൺ ബിലോ. ഓക്കെ, നോക്കാം. സ്യൂസ്. അല്ലെ, നമ്മൾ പറഞ്ഞല്ലോ ഹാപ്പിനെസ് കണ്ടെത്തുക, കൈവരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ ഈ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെ, ഹോണർ. അല്ലെ, എല്ലാവരും ഹോണറായി സത്യസന്ധമായിട്ട് ജീവിക്കുക. ഗ്ലിമ്മർ, മങ്ങിയ. ഗ്രീഫ്, ദുഃഖം. റിംബ്ലിംഗ്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ സ്ട്രീം ഇങ്ങനെ അലയടിച്ച് പോകുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ട് പറയാൻ നമ്മൾ റിംബ്ലിംഗ് യൂസ് ചെയ്തിരുന്നു. റെസ്ലിംഗ് സൗണ്ട് ഓർമ്മയുണ്ടോ? ഇലകൾ കാറ്റത്ത് അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം. ഡെഡിക്കേഷൻ. അല്ലെ, സമർപ്പണം. സിൻ, പാപം, തെറ്റ്. ക്ലിയർ? The little girl asked, ആൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കാം. The little girl asked the boys to do his work with a great dedication. പെൺകുട്ടി ആ ബോയിനോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആ പെൺകുട്ടി അവനോട് എന്താ പറഞ്ഞത്? നീ ഡെഡിക്കേഷനോട് കൂടിയിട്ടില്ലേ, ആത്മസമർപ്പണത്തോടു കൂടി, മാക്സിമം ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നീ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. She asked him to see the glimmer of the sunlight. അല്ലെ, അവനോട് എന്ത് പറഞ്ഞു? She asked him to see the glimmer of the sunlight. അല്ലെ, മങ്ങിയ സൂര്യപ്രകാശം ആ ഭാഗത്തോട്ട് അവർ നോക്കാൻ വേണ്ടി പറഞ്ഞു. In nature we could listen to the rustling of the leaves. അല്ലെ, ആ പ്രകൃതിയിൽ അവർ എന്ത് കേട്ടു? ആ ഇലകൾ ഇങ്ങനെ കാറ്റത്തടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ശബ്ദം ഉണ്ടല്ലോ, ആ മനോഹരമായിട്ടുള്ള ശബ്ദം അവർ കേട്ടു. In nature we could also hear the rippling of the stream. അല്ലെ, അത് മാത്രമല്ല ആ പ്രകൃതിയിൽ നിന്നും അവർ എന്ത് കേട്ടു? അരുവികൾ അലയെ അടിച്ച് ഇടിച്ച് പോകുമ്പോ ഉണ്ടാവുന്ന ശബ്ദം ഉണ്ടല്ലോ, കല്ലുകളിലൊക്കെ തട്ടി തട്ടി പോകുമ്പോ ഉണ്ടാവുന്ന ശബ്ദം, അതും അവർ കേട്ടു. It is a great honor for an artist to capture the beauty of nature. അല്ലെ, വളരെ ഹോണർ ആയിട്ടുള്ള കാര്യം അല്ലെ, വളരെ അഭിമാനമുള്ള കാര്യമാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുടെ ബ്യൂട്ടി ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നത്. അല്ലെ, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി തീർത്തും എന്താണ്? എ സിൻ ടു റെപ്രസെന്റ് നാച്ചർ ഇംപെർഫെക്റ്റ്ലി. ആ കണ്ട പ്രകൃതിയെ അത് മനോഹരമല്ലാതെ, ഇംപെർഫെക്റ്റ് അല്ലാതെ, പൂർണ്ണമല്ലാതെ വരക്കുക എന്ന് പറയുന്നത് തീർത്തും എന്താണ്? ഒരു പാപം തന്നെയാണ് കേട്ടോ മക്കളെ.
The little boy was in great grief. ആ ബോയ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വളരെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. when he learned about the death of his sister. അല്ലെ, അവളുടെ സിസ്റ്ററുടെ മരണം അവൻ കേട്ടപ്പോൾ അവന്റെ മനസ്സിൽ എന്ത് ചെയ്തു? ആഴത്തിലുള്ള അഗാധമായിട്ടുള്ള ദുഃഖമുണ്ടായി. The boy felt that the happiness is something difficult to see. ബോയ്ക്ക് മനസ്സിലായി എന്താണ് അവന് തോന്നിയത്? ഹാപ്പിനെസ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്, ഫൈൻഡ് ചെയ്യാനും കൈവരിക്കാനും നേടിയെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് ആ ആൺകുട്ടിക്ക് തോന്നി. ക്ലിയർ? അപ്പൊ ഡെഡിക്കേഷൻ, ഗ്രിമ്മർ, റെസ്ലിംഗ്, റിംബ്ലിംഗ്, ഹോണർ, സിൻ, ഗ്രീഫ്, സ്യൂസ് അല്ലെ ഒക്കെ പുതിയ പുതിയ വേർഡുകളാണ്, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള മീനിങ് ആണ് കേട്ടോ. Then activity 2. You have studied how to use prefix and suffix in the previous unit. അല്ലെ, ഇത് ഇന്നോ പഠിക്കാൻ തുടങ്ങിയല്ലേ മക്കളെ, ഇപ്പോഴൊന്നും അല്ല അല്ലെ, ഒരുപാട് കാലമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് പ്രിഫിക്സും സഫിക്സും. ഒരു വേർഡിന്റെ, ഒരു റൂട്ട് വേർഡിന്റെ, ബേസ് വേർഡിന്റെ ഫ്രണ്ടിലോട്ട് വാർഡുകൾ ആഡ് ചെയ്തു വരുമ്പോ എന്താവും? പ്രിഫിക്സും. അതിന്റെ ബാക്ക് സൈഡിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അത് സഫിക്സും ആവും അല്ലെ. Now identify 8 words from the story which have different suffix such as ed, ly, s, es, full, ness, ing, er and est, separating the root word and the suffix. One is done for you അല്ലെ. സഫിക്സ് ആണ് കേട്ടോ. സഫിക്സ് പറയുമ്പോ എന്താണ്? ബാക്കിൽ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു വേർഡിന്റെ ബാക്കിൽ ആഡ് ചെയ്യുന്നതാണ് സഫിക്സ് കേട്ടോ. ഫ്രണ്ടിൽ ആഡ് ചെയ്താലാണ് പ്രിഫിക്സ്. ഒരു വേർഡിന്റെ കൂടെ അതിന്റെ ബാക്ക് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ അത് എന്തായി മാറും? അത് സഫിക്സ് ആണ് കേട്ടോ. നോക്കാം. വേർഡ് വിത്ത് സഫിക്സ് ഫ്രം ദ സ്റ്റോറി കേട്ടോ. ആ സ്റ്റോറിയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള വേർഡുകളാണ് ഇത്. അതിന്റെ കൂടെ ഓൾറെഡി സഫിക്സ് ഉണ്ട് കേട്ടോ. വാച്ചിങ്, പെയിന്റഡ്, ആൻസേർഡ്, വണ്ടറിങ്, സഡൻലി, ലുക്കിംഗ്, ഗ്രിമ്മറിംഗ്, റിപ്ലിംഗ്, റെസ്ലിംഗ്, ബ്യൂട്ടിഫുൾ. അപ്പൊ വാച്ചിങ് കാണുക, പെയിന്റിങ് അല്ലെ, പെയിന്റഡ് ചിത്രം വരച്ചത്, ആൻസേർഡ് മറുപടി, വണ്ടറിങ് അത്ഭുതപ്പെടുക, സഡൻലി പെട്ടെന്ന്, ലുക്കിംഗ് നോക്കുക, ഗ്രിമ്മറിങ് എന്താണ്? മങ്ങിയ, റിപ്ലിംഗ് സൗണ്ട് അലയടിക്കുന്ന ശബ്ദം, റെസ്ലിംഗ് അല്ലെ കാറ്റത്ത് ഇങ്ങനെ ഇളകുന്ന ശബ്ദം, ആൻഡ് ബ്യൂട്ടിഫുൾ ഭംഗിയുള്ളത്. ഇതെന്താണ് മക്കളെ? ഇതിന്റെയൊക്കെ കൂടെ വാച്ച് എന്ന് പറയുന്നതാണ് എന്ത്? ഇതിന്റെ റൂട്ട് ഫോം. ഈ ing ആണ് ഇതിന്റെ സഫിക്സ്. പെയിന്റ് ആണ് റൂട്ട് ഫോം, ed ആണ് സഫിക്സ്. ആൻസർ എന്ന് പറയുന്നതാണ് റൂട്ട് ഫോം, ed ആണ് ഇവിടുത്തെ സഫിക്സ്. വണ്ടർ എന്ന് പറയുന്ന റൂട്ട് ഫോം, ing ഇവിടുത്തെ സഫിക്സ്. സഡൻ എന്ന് പറയുന്നതും ly ആണ് ഇവിടുത്തെ സഫിക്സ്. ലുക്ക് റൂട്ട് വേർഡ് ആണ്, ing കൂടെ ചേർത്ത് കൊടുത്ത സഫിക്സ് ആണ്. ഗ്രിമ്മർ ആണ് എന്ത്? അതിന്റെ റൂട്ട് വേർഡ്, ing ഇവിടുത്തെ സഫിക്സ് ആണ്. റിംബിൾ ആണ്, ing ഇവിടുത്തെ സഫിക്സ് ആണ്. റസിൽ ആണ്, ing ഇവിടുത്തെ സഫിൾ ആണ്. ബ്യൂട്ടി ഫുൾ എന്താണ്? ഇവിടുത്തെ സഫിക്സ് ആണ് കേട്ടോ. ഇപ്പൊ കാണുന്നുണ്ടല്ലോ, വ്യക്തമായിട്ട് നിങ്ങൾ ഇതിൽ ആഡ് ചെയ്ത സഫിക്സ് കാണുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നോക്കിയേ, റൂട്ട് വേർഡ് വാച്ച്, ing സഫിക്സ്, പെയിന്റ് ed അതിലെ സഫിക്സ്, ആൻസർ ആൻസേർഡ് വരുമ്പോ ed സഫിക്സ്, വണ്ടർത്തെ ing സഫിക്സ് ആണ്. സഡൻ അത് ly ആണ് സഫിക്സ് ആയിട്ട് വരുന്നത്. ലുക്കിംഗ് എന്ന് പറയുമ്പോൾ ing ചേർക്കും, അപ്പൊ സഫിക്സ് അതായത് ing ആണ്. ഗ്രിമ്മർ റൂട്ട് വേർഡ് ആണ്, ing ആണ് സഫിക്സ്. റിംബിൾ ആണ് റൂട്ട് വേർഡ്, അതിന്റെയും കൂടെ ing ആണ്. റെസ്ലിംഗ് അതിന്റെയും കൂടെ ing ആണ് ചേർത്തിട്ടുള്ളത്. ബ്യൂട്ടിയുടെ കൂടെ ഫുൾ ആണ്, അപ്പൊ ബ്യൂട്ടിഫുൾ അല്ലെ. അപ്പൊ ഒരു വേർഡിന്റെ ലാസ്റ്റ് ഇതാ ഈ വാക്കുകളൊക്കെ ചേർത്തിട്ടാണ് അപ്പൊ അത് എന്തായി മാറിയത്? ഒരു സഫിക്സ് വേർഡായി മാറിയത് കേട്ടോ. ഓക്കെ, ക്ലിയർ? വേർഡ്സ് വിത്ത് സഫിക്സ് ബന്ധം സ്റ്റോറി അല്ല. ഇനി കുറച്ചും കൂടെ വേർഡ്സ് തന്നിട്ടുണ്ട്. എക്കോയിഡ് അല്ലെ, എക്കോയിഡ് ഇവിടെ ഇതാണ് സഫിക്സ്. ഇംപെർഫെക്റ്റ്ലി, ഹോണസ്റ്റ് ആൻഡ് ഹംബിൾസ്റ്റ്, ഹാപ്പിനെസ്, ഹാപ്പിയർ, ദെൻ പിക്ചേഴ്സ് അല്ലെ. നോക്കാം ഇവിടെ എന്താണ്? എക്കോയുടെ കൂടെ ed വരുമ്പോഴാണ് അല്ലെ, ed ആണ് ആദ്യത്തെ സഫിക്സ്. ഇംപെർഫെക്റ്റിന്റെ കൂടെ ly, ഇംപെർഫെക്റ്റ്ലി. മീനിന്റെ കൂടെ മീനസ്റ്റ്, ദെൻ ഹംബിളസ്റ്റ്, ദെൻ nes ആണ് ഹാപ്പിനെസ്. ഹാപ്പിനെസിന്റെ കൂടെ ഹാപ്പിയർ എന്നും ചേർക്കുന്ന ഒരു സഫിക്സ് വരുന്നുണ്ട്. പിക്ചറിന് പിക്ചേഴ്സ് എന്ന് വരുന്നുണ്ട് അല്ലെ. അപ്പോ ഇതാ ഈ വേർഡുകളൊക്കെ സഫിക്സ് ആയിട്ട് യൂസ് ചെയ്യും. ed, ly, est, ir, nes, s, ഒരുപാട് ly, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സഫിക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ റൂട്ട് വേർഡും അതിന്റെ സഫിക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള വേർഡുകളാണ് ഈ കാണുന്നത്. ക്ലിയർ? Then activity 2.
ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ദ സ്റ്റോറി. അല്ലെ, താഴെ കുറച്ച് സ്റ്റോറിയിലുള്ള കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, സെന്റൻസ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇഫ് ഐ ഡു ഇറ്റ് ബാഡ്ലി ഐ വിൽ മേക്ക് ദം അൺഹാപ്പി. അല്ലെ, ഞാനത് ബാഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താവും, ആളുകൾക്ക് അത് എന്താവും, അൺഹാപ്പി ആവും, ജനങ്ങൾ എന്താവും, ഹാപ്പി അല്ലാതെയാവും. It is a sin to do anything which might represent the world imperfectly. അല്ലെ, എന്താണ് ഇതൊരു ആളുകൾക്കിടയിൽ ഇത് ഇംപെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതെന്താണ്, ഒരു വലിയ തെറ്റാണ്. അല്ലെ, the underlined words take the prefix un and im respectively form words opposite meaning of the root word. അല്ലെ, ഇതാ ഇവിടെ നോക്കിയേ, ഈ അൺഹാപ്പിയിൽ അണ്ണ് കാണുന്നുണ്ടോ, ഇംപെർഫെക്റ്റിലെ ഐഎം കാണുന്നില്ലേ തുടക്കത്തില്, ഈ വേർഡുകളാണ് പറയുന്നത്. ഇതിന് ഓപ്പോസിറ്റ് മീനിങ് ആണ് ഈ റൂട്ട് വേർഡിന് കൊടുക്കുന്നത്. അല്ലെ, ഹാപ്പിയുടെ ഓപ്പോസിറ്റ് വേർഡ് ആണ്. അല്ലെ, ഹാപ്പിയുടെ ഓപ്പോസിറ്റ് ആണ് അൺഹാപ്പി എന്ന് പറയുന്നത്. അല്ലെ, അപ്പോ ഈ ഹാപ്പിയുടെ ഓപ്പോസിറ്റ് ആവും അൺഹാപ്പി. അപ്പൊ UN ചേർത്തപ്പോ ഓപ്പോസിറ്റ് വേർഡ് കിട്ടി. അതുപോലെ തന്നെയാണ് ഇംപെർഫെക്റ്റിന്. അല്ലെ, പെർഫെക്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഇംപെർഫെക്റ്റ് എന്ന് പറയുന്നത്. അല്ലെ, അപ്പോ IM ചേർത്തപ്പോ എന്താ ലഭിച്ചത്, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മീനിങ് ആണല്ലേ ലഭിച്ചത്. നോക്കാം. Other prefixes that are often used in the form of antonym of the root words are in and dis. അല്ലെ, അതുപോലെ ഇന്നും ഡിസും ചേർക്കാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഫ്രണ്ടിലാണ് വന്നത്. അല്ലെ, വേർഡിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ അതെന്താണ്, പ്രിഫിക്സ് ആണ്. അല്ലെ, പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് റൂട്ട് വേർഡ്സ് ആൻഡ് their antonyms using the prefix mentioned above. Write the list 5 words from each prefix. അല്ലെ, ഇങ്ങനെ ഓപ്പോസിറ്റ് വേർഡ്സ് കിട്ടാം. അല്ലെ, ചില വേർഡിന്റെ കൂടെ അതിന്റെ മുമ്പിലോട്ട് ഈ പ്രിഫിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് അർത്ഥം, വിപരീത പദത്തിലുള്ള ഒരർത്ഥം വേർഡ് കിട്ടും. നോക്കാം. ലക്കി, ഭാഗ്യം. ഇതിന് പ്രിഫിക്സ് എന്താ ചേർത്തിട്ടുള്ളത്, അണ്ണാണ്. അപ്പോ അൺലക്കി, നിർഭാഗ്യം. ബിലീവ്, വിശ്വാസം. അൺബിലീവ് എന്താണ്, വിശ്വാസമില്ലാത്ത, അവിശ്വാസം. അല്ലെ, ടൈഡി, അൺടൈഡി. ഏബിൾ, അൺഏബിൾ. ഓപ്പോസിറ്റ് വേർഡ് ആട്ടോ കിട്ടുന്നത്. ഈസി, അൺഈസി. ഈസി പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളത്, മറ്റേത് ഈസി അല്ല. ലൈക്ക് ഇഷ്ടം, അൺലൈക്ക് ഇഷ്ടമില്ലാത്തത്. കൈൻഡ്, ദയ, അൺകൈൻഡ് ദയാലു അല്ലാത്ത വ്യക്തി. അല്ലെ, ലോക്ക്, ലോക്കായി. അൺലോക്ക് പറഞ്ഞാല് ഓപ്പോസിറ്റ്. അപ്പോ പ്രിഫിക്സ് ചേർക്കുമ്പോൾ ഓപ്പോസിറ്റ് പൂർണ്ണമായിട്ടും വേറൊരു മീനിങ് ആവുകയാണ്. അല്ലെ, അപ്പൊ ഓപ്പോസിറ്റ് മീനിങ് അല്ലെ ആന്റോണിംസ് പറഞ്ഞ എന്താണ്, ഓപ്പോസിറ്റ് മീനിങ് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ വിപരീത പദങ്ങൾ കിട്ടാണ് UN എന്ന് പറയുന്ന പ്രിഫിക്സ് ആഡ് ചെയ്യുമ്പോൾ. ഒരു റൂട്ട് വേർഡിന്റെ കൂടെ ഇവിടെ UN എന്ന് പറയുന്ന പ്രിഫിക്സ് ആഡ് ചെയ്തപ്പോൾ എന്ത് വേർഡ് സംഭവിച്ചത്, ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡുകളാണ് കിട്ടിയത്. അല്ലെ, ആന്റോണിംസ് കിട്ടി. ഇനി നമുക്ക് നോക്കാം. IM ചേർക്കുമ്പോൾ ഒരു വേർഡിന്റെ മുമ്പിൽ IM എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർക്കുമ്പോൾ സംഭവിക്കുന്നത് പ്രോപ്പർ. അല്ലെ, ഓപ്പോസിറ്റ് വേർഡ് എന്ന് കിട്ടിയത് IM ചേർത്തപ്പോൾ ഇംപ്രോപ്പർ ആയിട്ടുള്ളത്. പോസിബിൾ, സാധ്യമായത്. ഇമ്പോസിബിൾ എന്താണ്, അസാധ്യമായത്. മോർട്ടൽ, അമൂല്യമായത്. ഇമ്മോർട്ടൽ എന്താണ്, അല്ലാത്തത്. ബാലൻസ്, ഇംബാലൻസ്. ബാലൻസ് ഉള്ളത്, ബാലൻസ് ഇല്ലാത്തത്. പെർഫെക്റ്റ്, ഇംപെർഫെക്റ്റ്. പൂർണ്ണമായത്, പൂർണ്ണമല്ലാത്തത്. പ്യുവർ, പ്യുവർ അല്ലെ, അമൂല്യമായതും അല്ലെ പ്യുവർ ആയതും പ്യുവർ അല്ലാത്തതും. പേഷ്യന്റ്, ഇൻപേഷ്യന്റ്. പൊളൈറ്റ്, ഇൻപൊളൈറ്റ്. പ്രീമിയബിൾ, ഇൻപ്രീമിയബിൾ. കണ്ടോ, ഈ IM ചേർത്തോടുകൂടി എല്ലാ വേർഡിന്റെയും ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡുകളാണ് കിട്ടിയത്. അല്ലെ, ദെൻ ഇനി IN ചേർക്കുമ്പോൾ, ഇന്ന് ചേർക്കുമ്പോൾ നോക്കാട്ടോ. സെക്യൂർ, ഇൻസെക്യൂർ. അപ്രോപ്രിയേറ്റ്, ഇൻഅപ്രോപ്രിയേറ്റ്. കറക്റ്റ്, ഇൻകറക്റ്റ്. ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്. ക്രെഡിബിൾ, ഇൻക്രെഡിബിൾ. കറക്റ്റ്, ഇൻകറക്റ്റ്. ഡിപ്പെൻഡ്, ഇൻഡിപെൻഡ്. ആക്ഷൻ, ഇനാക്ഷൻ. കണ്ടോ, എല്ലാം ഓപ്പോസിറ്റ് വേർഡാട്ടോ. സെക്യൂർ ആണ്, ഇൻസെക്യൂർ. അപ്രോപ്രിയേറ്റ് ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്രോപ്രിയേറ്റ് അല്ലാത്തത് കറക്റ്റ്, ഇൻകറക്റ്റ് തെറ്റ്, തെറ്റല്ലാത്ത. ഡയറക്റ്റ് നേരിട്ട്, ഇൻഡയറക്റ്റ് നേരിട്ടല്ലാത്തത്. ക്രെഡിബിൾ ആണ്, പക്ഷെ എന്തല്ല, ഇൻക്രെഡിബിൾ അല്ലാന്ന് കിട്ടും. കറക്റ്റ്, ഇൻകറക്റ്റ്. ഡിപ്പെൻഡ്, ഇൻഡിപെൻഡന്റ്. ആക്ഷൻ, ഇൻ ആക്ഷൻ. ഓക്കെ, അപ്പൊ എന്താണ്, പ്രിഫിക്സ് ചേർത്തപ്പോ നമുക്ക് എന്താ ലഭിച്ചത്, ഓപ്പോസിറ്റ് മീനിങ് ആണ് ലഭിച്ചത്. ക്ലിയർ. ദെൻ ഡിസ്. ഡിസ് ഒരു വേർഡിന്റെ മുമ്പിൽ പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള ആന്റോണിംസ് ആണ് കിട്ടുന്നത്. നോക്കാം. ക്വാളിഫൈ,
ഡിസ്ക്വാളിഫൈ അല്ലെ, ക്വാളിഫൈ ആണ്, ക്വാളിഫൈഡ് അല്ല അല്ലെ. കണ്ടോ, ഡിസ് ചേർത്തപ്പോ എന്താ സംഭവിച്ചത്? ഓപ്പോസിറ്റ്. ഏബിൾ ആണ്, ഡിസേബിൾ കിട്ടി കേട്ടോ, ഓപ്പോസിറ്റ് വേർഡ്. അപ്രൂവ്, ഡിസപ്രൂവ് അല്ലെ, അപ്രൂവ് ആയി, അപ്രൂവ് ആയിട്ടില്ല. എഗ്രി, ഡിസഗ്രി, എന്താണ്? എഗ്രി ചെയ്യുന്നു, എഗ്രി ചെയ്യാതിരിക്കുന്നു. കണക്ട്, ഡിസ്കണക്ട് അല്ലെ. ബിലീവ്, ഡിസ്ബിലീവ്, വിശ്വാസം, വിശ്വാസമില്ലാത്തത്. ക്ലോസ്, ഡിസ്ക്ലോസ്. കംഫർട്ട്, ഡിസ്കംഫർട്ട്. കളർ, ഡിസ്കളർ അല്ലെ. എല്ലാം എന്താണ് കിട്ടുന്നത്? ഓപ്പോസിറ്റ് മീനിങ് ആണ് ലഭിക്കുന്നത് അല്ലെ. അപ്പോ പ്രിഫിക്സ്, ചില വേർഡ്, ചില പ്രിഫിക്സുകൾ വേർഡിന്റെ മുമ്പിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്പോസിറ്റ് മീനിങ് കിട്ടും. Then activity 4. Look at the following sentence from the story. The little sister went to and stood by him watching while the painter. അല്ലെ, സിസ്റ്റർ അവരുടെ കൂടെ പോവാറുണ്ടായിരുന്നു, എന്നിട്ട് ഇങ്ങനെ പെയിന്റിംഗ് ഒക്കെ നോക്കാറുണ്ടായിരുന്നു. Underline the word above sentence are action words. They are in the past tense അല്ലെ. ഇവിടെ ചില വേർഡുകളൊക്കെ നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. നോക്കാം. Read the text and find out the action words make their past form of the root word അല്ലെ. പാസ്റ്റ് ഫോം ഓഫ് ദ റൂട്ട് വേർഡ് യൂസ് ചെയ്തിട്ടുള്ള വേർഡുകളാണ് ചോദിക്കുന്നത്. Do you see any fixed pattern from the past in the case of a majority of words? What do you call such words അല്ലെ. നിങ്ങൾക്കറിയാം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ V1, V2, V3 ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇതാണ് 3 ഫോം എന്ന് പറയുന്നത് അല്ലെ. V1, V2, V3, V4, V5 ഒക്കെ പഠിച്ചിട്ടുണ്ട്. വെർബിന്റെ ക്ലാസ്, ഗ്രാമർ ക്ലാസ് നോക്കിയാൽ അറിയാം. മെയിൻ ആയിട്ട് V1, V2, V3 ആണ് വരുന്നത് അല്ലെ. അപ്പൊ അതിൽ പാസ്റ്റ് അല്ലെ, പാസ്റ്റ് രൂപത്തിലാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പാസ്റ്റ് കണ്ട് ഒരു വേർഡിന്റെ പാസ്റ്റ് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക പാറ്റേൺ ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അങ്ങനെയുള്ള കുറച്ച് പാറ്റേണുകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആദ്യം ഒരു 5 എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് യു കോൾ വെർബ് വിച്ച് നോസ് നോട്ട് ഫോളോ അലോഡ് പാർട്ട് അല്ലെ. ചിലതിനുണ്ടാവും, ചിലതിന് ഒരേ പാറ്റേൺ ഉണ്ടാവും അല്ലെ. ചിലത് നോക്കിട്ടോ, വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ് അങ്ങനെ ഉണ്ടാവില്ലേ. എന്നാൽ ചിലത് സിറ്റി, സാറ്റ്, സാറ്റ് അങ്ങനെ വരുന്നുണ്ടാവും. ചിലതാണെങ്കിൽ ഒരു ബന്ധം ഉണ്ടാവില്ലേ, ഗോ, വെന്റ്, ഗോൺ ഇല്ലേ. ഇങ്ങനെയുള്ള പാറ്റേണുകൾ ഉണ്ടാവും അല്ലെ. നൗ പ്രിപ്പയർ ദ ലിസ്റ്റ് ഓഫ് സച്ച് വെർബ്സ് ഫ്രം ദി സ്റ്റോറി കേട്ടോ. ഇനി നമുക്ക് നോക്കാം. Once more they looked at the hills that seemed അല്ലെ. ഇവിടേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ വേറെ കാണുന്നുണ്ട് കേട്ടോ. Rise up out the deep shadow in the light and then together they went home അല്ലെ. ഇതൊക്കെ എന്താണ്, പാസ്റ്റ് വേർഡ് ആണ് കേട്ടോ. But after many years as he sat and worked, strange power come to him അല്ലെ. I thought of a hole in time I worked. Then ഇവിടേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെ. ഇതൊക്കെ പാസ്റ്റ് ആണ് കേട്ടോ. ചിലതും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, വാണ്ടേഡ് എന്ന് പറയുമ്പോൾ ED കാണുന്നുണ്ടാവും അല്ലെ. നോക്കിയേ, son, your little sister wandered into another world and journeyed on so far that she lost the clue to the earth and could not be back anymore, and it was the sorrow that gave me power അല്ലെ. ഒരുപാട് കാണുന്നുണ്ട്, എല്ലാം സെയിം അല്ല, ചിലതിനൊക്കെ നല്ല നല്ല മാറ്റങ്ങളുണ്ട്. നമുക്ക് നോക്കാം. Yes, the majority of the words from the past by adding ED അല്ലെ. നമുക്കിതാണ് അറിയാവുന്നത് അല്ലെ. അധികം വേർഡ്സിന്റെയും കൂടെ ED അങ്ങ് ചേർത്ത് കൊടുത്താൽ പാസ്റ്റ് അങ്ങ് കിട്ടി. അതാണ് വളരെ സുഖം. നമ്മളൊക്കെ പഠിച്ച ടൈമിലും നമുക്ക് ഏറ്റവും ഈസി അത് തന്നെയായിരുന്നു കേട്ടോ. ഇനി അധികം ഇല്ലാത്തതിന് പോലും ED ആഡ് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു അല്ലെ. പിന്നീടാണ് അതിനൊക്കെ തെറ്റുകൾ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാത്തിനും ED ചേർക്കാൻ പറ്റില്ല, പക്ഷെ മോസ്റ്റ് ഓഫ് ദ വേർഡ്സിനും ED ചേർക്കുമ്പോൾ പാസ്റ്റ് വേർഡ് കിട്ടും കേട്ടോ. സോ ഇങ്ങനെ ED ചേർത്ത് രക്ഷപ്പെടുന്ന വേർഡുകൾക്കാണ് മക്കളെ റെഗുലർ വെർബ്സ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ സ്വന്തം ആളപ്പാരാണ്, റെഗുലർ വെർബ്സ് ആണ് അല്ലെ. അപ്പൊ ED ചേർത്തിട്ട് വേർഡുകൾ, വെർബിൽ മാറ്റങ്ങൾ വരുമ്പോൾ ED ചേർത്തിട്ട് പാസ്റ്റ് കണ്ടെത്താൻ കഴിയുന്നതാണ് അതിന് പറയുന്നതാണ് റെഗുലർ വെർബ്സ് ആണ് കേട്ടോ. ED ചേർക്കുമ്പോൾ ED ചേർത്ത് വരുന്നതിന് റെഗുലർ വെർബ്സ് എന്ന് പറയും. വർക്ക്ഡ് നമ്മൾ കണ്ടില്ലേ നേരത്തെ. അങ്ങനെയുള്ള വേർഡുകൾക്കാണ് റെഗുലർ വെർബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ED ചേർക്കാതെ വിച്ച് വെർബ് ഡോണ്ട് ഫോളോ ദിസ് പാറ്റേൺ അല്ലെ. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ED ചേർത്തിട്ട് അല്ലാത്ത പാറ്റേൺ പിന്തുടരുന്നവയെ നമ്മൾ ഇറഗുലർ വെർബ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഒരു വൃത്തിയായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ റെഗുലർ വെർബ്സും, ഒരു വൃത്തിയായിട്ടുള്ള പാറ്റേൺ ഇല്ലാത്തതിന് ഇറഗുലർ വെർബ്സും. ഇനിയും ഉണ്ട് കേട്ടോ, ഇതിന്റെ ഒരു വേറെ വേറെ ഡിഫറെന്റ് ടൈപ്പുകളുണ്ട്. വെർബ്സിന്റെ ക്ലാസ് പോയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ടൈപ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഫ്രീ ടൈം ഉണ്ടെങ്കിൽ വെർബ്സിന്റെ ക്ലാസ് പോയിട്ട് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇറഗുലർ പാറ്റേണിന് കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. ഇറഗുലർ വെർബ്സിന് ഗോ, വെന്റ്, ഗോൺ കണ്ടോ, ഒരു ബന്ധമല്ല, ED ഇല്ല അല്ലെ. സ്റ്റാൻഡ്, സ്റ്റൂഡ്, സ്റ്റൂഡ് അല്ലെ. കം,
came, come, feel, felt, make, made, know, knew, known, who, do, did, അല്ലെ മക്കളെ? ഇവർ ഇടി കൊണ്ടൊന്നുമില്ല. ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ഇറഗുലർ വെർബ്സ് ആണ് കേട്ടോ. മറ്റേത് എന്താണ്? ഒരേ പാറ്റേൺ പിന്തുടരുമ്പോൾ അത് റെഗുലർ വെർബ്സും, പാറ്റേൺ പിന്തുടരാതെ പാസ്റ്റും പാർട്ടിസിപ്പിളും പ്രസന്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും എൻറ്റയർലി ഡിഫറെന്റ് അല്ലെ? V1 V2 V3 എന്ന് പറയുന്നത് മൂന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ്. എന്ത്? ഇറഗുലർ വെർബ്സ് അല്ലെ? അതിനൊരു പ്രത്യേക പാറ്റേൺ ഒന്നും ഉണ്ടാവില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ബാക്കി ആക്ടിവിറ്റീസ് നോക്കാം അല്ലെ? ആക്ടിവിറ്റീസ് ഒക്കെ വളരെ സിമ്പിൾ ആണ് കേട്ടോ. ക്ലാസ്സുകൾ മനസ്സിലാവാത്തൊരു 2-3 തവണ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുന്നതോട് കൂടിയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ ടെക്സ്റ്റ് ബുക്കും അതേപോലെ കയ്യിൽ പേനയും പെൻസിലും ഒക്കെ എടുത്തു വെച്ചിട്ട് വേണം കാണാൻ കേട്ടോ. വെറുതെ ഇരുന്നൊരു ക്ലാസ് കാണുന്ന പോലെ ആവരുത്. റഫ് നോട്ട് എഴുതാനും അതുപോലെ ഒരു ടെക്സ്റ്റ് ബുക്കും പെന്നും ഒക്കെ കയ്യിൽ പിടിച്ച് ക്ലാസ് വളരെ വൃത്തിയായിട്ട് മനോഹരമായിട്ട് ഇരുന്ന് കാണണം കേട്ടോ. സോ നമുക്ക് ബാക്കി ആക്ടിവിറ്റീസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.